ഒരു UK മല്ലു സംരംഭം പാർട്ട് 5. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു കമ്പനി തുടങ്ങാനോ ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ അറിയാനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ലണ്ടനിലേക്ക് പോയി നമ്മുടെ ഫ്രണ്ട് കൂടിയായ മുസിൻ ഭായ് കുറേ കാര്യങ്ങളൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടോ. മാത്രമല്ല മെയിൻ ട്വിസ്റ്റ് നമുക്ക് ലേബർ കോസ്റ്റും അതേപോലെ തന്നെ മെറ്റീരിയലും അതിനായിട്ട് ഒരു ദേവദൂതനെ പോലെ നമ്മുടെ മനീഷ് ഭായ് നമ്മുടെ മുന്നിൽ വന്നു. ധൈര്യമായിട്ട് നമ്മൾ വാക്ക് കൊടുക്കാനായിട്ട് ഇറങ്ങി. ഇന്ന് എഗ്രിമെന്റ് ഡേ ആണ്. നമ്മൾ ഓഫീസിൽ വന്നേക്കാണ് ഇപ്സ്വിച്ചിൽ. നമ്മൾ ടോക്കൺ അഡ്വാൻസ് കൊടുത്തുവെങ്കിൽ പോലും ഫൈനൽ എഗ്രിമെന്റ് ഇന്നാണ്. നമ്മൾ പേയ്മെന്റ് ഒക്കെ കൊടുത്തു, ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ചെയ്തു. അതുകൂടാതെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ അക്കൗണ്ടന്റ് ഉണ്ടായിരുന്നു റിസ്വാൻ ഭായ്. അദ്ദേഹമായിട്ട് എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫുഡ് കഴിക്കാനായിട്ട് സ്നാക്ക് കഴിക്കാനായിട്ട് ഇറങ്ങി. കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, നമ്മുടെ ഫ്യൂച്ചറിനെ പറ്റി സംസാരിച്ചു. അങ്ങനെ എല്ലാം സെറ്റായി നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചു. എഗ്രിമെന്റ് കഴിയുന്ന വരെ വല്ലാത്തൊരു ടെൻഷനായിരുന്നു. അങ്ങനെ ഫൈനലി എഗ്രിമെന്റ് കഴിഞ്ഞു. നമ്മൾ ധൈര്യമായിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കി. നമ്മുടെ മനീഷേട്ടും ടീമും ലണ്ടനിൽ നിന്ന് കോൺട്രാക്ടിങ് ടീം എല്ലാം ഫുള്ള് ടീം വന്നു കേട്ടോ. വേറൊരു ടെൻഷൻ അതിൻ്റെ ഇടയിൽ വന്നു. ടെൻഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം മെറ്റീരിയൽ കുറേ വേസ്റ്റ് ഒക്കെ ഡംപ് ചെയ്യാനുണ്ട്. അത് ഡംപ് ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ ഫൈനലി നമ്മുടെ നൗഫൽ കാസർഗോഡുള്ള ഒരു ഇച്ചായാണ് നമ്മളെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ നേരെ പുള്ളിക്കാരനെ എടുത്തിട്ട് അതായത് നമ്മൾ മെറ്റീരിയൽ പോയി ഡംപ് ചെയ്തു, വേസ്റ്റ് ഒക്കെ കളഞ്ഞു. അതിന് ശേഷം തിരിച്ച് ആളുടെ വണ്ടി ഒന്ന് കഴുകാനൊക്കെ ആയിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. ഒരുപാട് പൈസയൊന്നും ഇല്ല, പുള്ളിക്കാരൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ തന്നു. എല്ലാ കാര്യങ്ങളും സ്മൂത്ത് ആയിട്ട് നടന്നാൽ പിന്നെ എന്തായാലും ഒരു സുഖമല്ലേ. അതേപോലെ ട്വിസ്റ്റുകളും ടെൻഷനുകളും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ ബിസിനസ് ലൈഫ് അത് ഇങ്ങനെ ട്രാക്ക് ചെയ്ത് പോവാണ് കേട്ടോ. ഒരുപാട് സംഭവങ്ങൾ മുന്നോട്ട് വരാനുണ്ട്. മറക്കണ്ട പാർട്ട് 6